എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് കാണിക്കുന്നത്. മാഞ്ഞാലി ബിരിയാണി. എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന് പറയുന്ന പ്രദേശത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിന് ചോറും ഗ്രേവിയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുക. അപ്പോൾ ആദ്യം ഈ ഒരു ഗ്രേവി നമ്മൾ ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്, 1.5 കിലോ. അതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ വെക്കണം. ഇനി വിനാഗിരി തന്നെ ഇല്ല വേണമെന്നില്ല, നാരങ്ങാ നീരായാലും മതി. നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ നേരം അതവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഉള്ള ചിക്കൻ പീസസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് ആദ്യം തന്നെ തിളച്ച വെള്ളത്തിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വേണമെങ്കിൽ ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുത്ത് ആ ചിക്കൻ ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് വരണം. ഇപ്പോൾ വെന്തതിന് ശേഷമുള്ള ചിക്കനാണിത്. അത് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് മാറ്റുകയാണ്. ചിക്കൻ പീസസ് എല്ലാം ഈ വെന്തതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ മാറ്റുക. ഇപ്പോൾ ഈ ഒരു ചിക്കൻ പീസസ് ഉണ്ട്, അതുപോലെ ഈ സ്റ്റോക്കും ഉണ്ട്. ഈ സ്റ്റോക്ക് നമ്മൾ കളയരുത്. മസാല തയ്യാറാക്കുമ്പം ഈ സ്റ്റോക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ പീസസൊക്കെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഓവറായിട്ട് പൊരിക്കേണ്ട, അപ്പോൾ കട്ടിയാവും. അത് ഒരു ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മസാല എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3-4 സവാളയുടെ ഒരു വലുപ്പത്തിനനുസരിച്ച് ചേർത്ത് അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഒരു 4 പച്ചമുളക്. നമ്മൾ സാധാരണ ചതച്ചാണ് ചേർക്കാറ്, അതിൻ്റെ ആവശ്യമില്ല. ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സവാള നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പം നമ്മളതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 2.5 ടേബിൾ സ്പൂണും ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 3 തക്കാളിയാണ്. 3 വലിയ നല്ല പഴുത്ത തക്കാളി, അതും ചേർത്ത് ഈ തക്കാളി നല്ലപോലെ ഇതിലേക്ക് യോജിച്ച് വരണം. നല്ലപോലെ മസാലയിലേക്ക് യോജിച്ച് വന്നു. ഇനി നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് മസാലപ്പൊടികളാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ അത് വഴറ്റി നമ്മൾ എടുക്കണം. ആ ഒരു മല്ലിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇത് നല്ലപോലെ അതിൻ്റെ ആ ഒരു കുത്തലൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചില്ലേ, ആ സ്റ്റോക്ക്, ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റോക്ക് ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നൊന്ന് കുറുകണം. ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ വേവിച്ച സമയത്തെല്ലാം ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഇനി കൂടുതലായിട്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യകത വരില്ല. നിങ്ങൾ നോക്കുക. എന്നിട്ട് ഈ ഒരു ഗ്രേവിയിൽ കടന്ന് ഈ ചിക്കൻ പീസസ് ഈ ഒരു ഗ്രേവിയിൽ കുറച്ച് നേരം ഒന്ന് വറ്റി വരണം. ഒരു നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്കിത് കിട്ടണം. ഇനി ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പുതിനയില, മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നൊന്ന് കുറുകി വരണം. ആ ഒരു സ്റ്റോക്കൊക്കെ അതിലേക്ക് നല്ലപോലെ യോജിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ നമ്മളത് സിമ്മിലിട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മാറ്റം കാണാൻ പറ്റും. നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. ഒരു ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കണേ. അത് ഞാൻ ചേർത്തിട്ടുണ്ട്, ആ ക്ലിപ്പ് മിസ്സായി പോയതാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ റൈസ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് ബിരിയാണി അരിയാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത്
ആ അരി നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഞാനിതൊരു 3 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി സ്പൈസസ് ആയിട്ട് ചേർക്കേണ്ടത് പെരിഞ്ജീരകം, ഏലക്ക, പട്ട, അതുപോലെ ഗ്രാമ്പും തക്കോലും കൂടെ പൊടിച്ചതാണ് ആ സൈഡിലുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ചേർക്കേണ്ടത് ഒരു സവാളയാണ്. അത് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണി ചേർക്കാറില്ലല്ലോ, നമ്മൾ കോഴിക്കോടൻ ബിരിയാണിയിലൊന്നും ചേർക്കാത്തതാണ്. അപ്പോൾ ആ ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നെയ്യുടെ കുറവ് തോന്നിയത് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം. പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പൈനാപ്പിൾ അവർ ഇടാറുണ്ട്. എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പൈനാപ്പിൾ പീസസും ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി അത് വാർത്തെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ലോ ഫ്ലെയിമിൽ ഈ വെള്ളം വറ്റിച്ചെടുക്കും. നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെ. പക്ഷേ ഇതിൽ ചേർക്കുന്ന ഐറ്റംസ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്റ്റോർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നിങ്ങൾക്ക് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് നിരപ്പാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ കുറച്ച് മല്ലിയില ഇതും കൂടെ ഇട്ട് നല്ലപോലെ അത് അവിടെ അങ്ങോട്ട് അടച്ചവിടെ അങ്ങോട്ട് വയ്ക്കാം കുറച്ച് നേരം. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. മുകളിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ മതി. ഗ്രേവിയും റെഡിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ റൈസും റെഡിയായി കഴിഞ്ഞു. കണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ദമ്മിടല്ലേ ചെയ്യുക. ഇതിലങ്ങനെ ദമ്മിടുന്നില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളത് സെർവ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ കുറച്ച് സവാളയൊക്കെ വെച്ച് ചോറ് ഫില്ല് ചെയ്തിട്ടൊന്ന് കമഴ്ത്തുന്നുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഗ്രേവി വെക്കുന്നു. പക്ഷേ അവർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അകത്ത് ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചോറ് വെച്ച് നിരപ്പാക്കുക ചെയ്യുക. അവർ ഈ സെർവ് ചെയ്യുന്ന സമയത്ത് അകത്ത് ചിക്കൻ പീസസ് വെച്ചിട്ട് പുറത്ത് ചോറ് വെച്ചിട്ട് നിരപ്പാക്കുക ചെയ്യുക. അപ്പോൾ നമ്മളിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ചമ്മന്തി, തൈര് കാര്യങ്ങളെല്ലാം വെക്കുന്നു. അപ്പോൾ കണ്ടല്ലോ, വളരെ സിമ്പിളാണ്, ഒരു വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ ബിരിയാണിയിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.